ടോണി അച്ചായനെതിരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര വ്യാജനാണ്, ഇതെല്ലാം സ്വന്തം കടയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ ആരോടും ഒരു കാരുണ്യം അല്ലെങ്കിൽ മനഃപൂർവ്വം സഹായിക്കണം എന്നുള്ള രീതിയിലൊന്നുമല്ല ചെയ്യുന്നത്, സ്വന്തം കടയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലും, പിന്നെ അദ്ദേഹം ചെയ്ത കുറേയധികം കാര്യങ്ങളിൽ തെറ്റുണ്ട്, അദ്ദേഹം ആൾക്കാരെ പറ്റിച്ചതാണ് എന്നുള്ള രീതിയിൽ കുറേയധികം ന്യൂസും കാര്യങ്ങളും ഓൺലൈനിലൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് വീട് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീടിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇദ്ദേഹം കൊടുത്തതല്ല. ഇതിനു മുമ്പും ഇവരുണ്ടെങ്കിൽ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി വഴിയാണ് ഇവർക്ക് വീട് കിട്ടിയത്. അതിൽ ഇവരെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു ടോണി അച്ചായനുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിൽ താനാണ് ഈ ഒരു വീട് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ലൈഫ് മിഷൻ വഴി കിട്ടിയതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും അതിന് ഇതുവരെ ടോണി അച്ചായനുണ്ടെങ്കിൽ ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം ഭയങ്കര തട്ടിപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് ഇദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. എന്നാൽ അതേസമയം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിന് അദ്ദേഹം റിപ്ലൈ തരുന്നവർ നമുക്ക് എന്താണത് കറക്റ്റ് കാര്യമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതേസമയം ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ വെറും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയാണ് എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും പൈസ ആൾക്കാർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം അദ്ദേഹം കുറേയധികം സമ്പാദിക്കുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആൾക്കാർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിൽ അത്രയും ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വാരിക്കോരി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം കുറേയധികം വീഡിയോസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം പേർക്ക് കുറേയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സാധാരണ അങ്ങനെ ആൾക്കാർ അത്രയും പണമൊന്നും നമ്മൾ സമ്പാദിച്ചതിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാവത്തില്ല. എന്നിട്ട് പോലും അദ്ദേഹം ഇപ്പം ചാരിറ്റി ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുന്നു. പക്ഷെ നിങ്ങളൊക്കെ പറയുന്നത് പ്രൊമോഷനാണെന്ന്. പ്രൊമോഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ പോലും ഇത്രയും പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതേ പൈസ എന്നെ വേറെ PR-നൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും അല്ലാതെ തന്നെ വൈറലാക്കിയേനെ. അപ്പം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഒരിക്കലും അദ്ദേഹം അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് എന്നെനിക്ക് അത്രയ്ക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇതിനെതിരെ പറയുന്നവർക്കെല്ലാം പറയുന്നുണ്ട്, നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്നിട്ടാണോ ഇദ്ദേഹത്തിനെ പറ്റി കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മറ്റേ കാര്യത്തിന് ഇതുവരെ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. അതുവരെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനും പറ്റില്ല. അദ്ദേഹം റിപ്ലൈ തന്നാൽ മാത്രമേ എന്താണ് അതിൻ്റെ സത്യം നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ.